ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ സറിയലിസ്റ്റിക്കായി കാണപ്പെട്ട പ്രഭാതത്തിനും പ്രാതലിനും ശേഷം ഞങ്ങൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങളിപ്പോൾ ക്രൊയേഷ്യയിലാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നുവല്ലോ. മഞ്ഞുമൂടിയ ക്രൊയേഷ്യൻ ഉൾനാടുകളിലൂടെയാണ് ഇന്നത്തെയും യാത്ര. നമുക്കറിയുന്നതുപോലെ പഴയ യുഗോസ്ലോവിയയിൽ നിന്നും പിരിഞ്ഞുണ്ടായ ഒരു രാജ്യമാണ് ക്രൊയേഷ്യ. ബാൽക്കൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രൊയേഷ്യ എന്ന രാജ്യത്തെക്കുറിച്ച് പൊതുവെ അറിയാം. എങ്കിലും നമുക്കൊക്കെ ക്രൊയേഷ്യയെ കൂടുതലറിയുക ഫുട്ബോൾ ലോകകപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടാണ്. ഫുട്ബോളിൽ ചെറിയ കാലം കൊണ്ട് അതിപ്രശസ്തമായി മാറിയ ചെറിയ ഒരു രാജ്യമാണ് ക്രൊയേഷ്യ. ഞങ്ങളിപ്പോൾ പോകുന്നത് പ്ലീറ്റ്സ്വിറ്റ്സെ ദേശീയോദ്യാനത്തിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തു നിന്നും 10-30 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ പ്ലീറ്റ്സ്വിറ്റ്സെ നാഷണൽ പാർക്കിലേക്ക്. ക്രൊയേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ് ഇവിടം. ഈ മനോഹര ഭൂഭാഗം ഏറ്റവും മനോഹരമായി അനുഭവപ്പെടുക വേനൽക്കാലത്താണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് സഞ്ചരിക്കാനായത് മഞ്ഞുകാലത്താണ് എന്ന് മാത്രം. യാത്രയുടെ പല മുൻഗണനകളും ക്രമപ്പെടുത്തി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുയോജ്യമായ നേരത്തും കാലത്തും നടന്നു എന്ന് വരില്ല. പ്ലീറ്റ്സ്വിറ്റ്സെ ഉദ്യാനത്തിന് മുന്നിലെത്തി കാറ് പാർക്കിങ്ങിലിട്ട് ഞങ്ങൾ പ്രവേശന ഭാഗത്തേക്ക് നടന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. വഴിയോരത്ത് കിടക്കുന്ന ഫ്രഷായ മഞ്ഞ് കുഴപ്പമില്ല. എന്നാൽ ആളുകൾ നടന്ന് ഉറഞ്ഞുപോയ മഞ്ഞ് അപകടകരമാണ്. അത് ഐസ് പോലെ മിനുസമുള്ളതായി മാറിയിട്ടുണ്ടാവും. തെന്നി വീഴും. സൂക്ഷിച്ചു നടക്കണം. തെന്നിപ്പോകുന്നത് ഒഴിവാക്കാൻ മണലും ഉപ്പും വിതറിയിട്ടുള്ളത് കാണാം. എങ്കിലും സൂക്ഷിക്കണം. ഞങ്ങൾ ദേശീയോദ്യാനത്തിന് അകത്ത് കയറി നടക്കാൻ തുടങ്ങി. ഈ ഉദ്യാനം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. ഈ ഭൂഭാഗത്തിൻ്റെ സവിശേഷമായ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് അതിന് കാരണം. പല തലങ്ങളിലായുള്ള 16ഓളം തടാകങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. പല തട്ടുകളിലുള്ള അവയെ യോജിപ്പിച്ചുകൊണ്ട് അനേകം ചെറിയ വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. തടാകങ്ങളുടെ നിറഭേദമാണ് മറ്റൊരു പ്രത്യേകത. നീലയും പച്ചയും തുടങ്ങി പല നിറങ്ങളാണ് ഓരോ തടാകത്തിനും. ചെറു പച്ച മരങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവിന് നടുവിലായുള്ള ഈ പ്രകൃതി വിന്യാസം അനന്യമായ കാഴ്ചയാണ്. എന്നാൽ അത്തരത്തിൽ മുഴുവൻ ഭംഗിയിൽ കാണാനാവുക വേനൽക്കാലത്താണ്. മഞ്ഞുരുകി തടാകങ്ങളിൽ ജലം നിറയുകയും മരങ്ങളിൽ ഇലകൾ നിറയുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ സൂര്യപ്രകാശം തടാകത്തിലെ വെള്ളത്തിന് പല നിറങ്ങൾ കൊടുത്ത് പൊലിപ്പിച്ചെടുക്കും. ഇപ്പോൾ മഞ്ഞുമൂടി മരങ്ങൾ ഇലകൾ പൊഴിഞ്ഞ് എല്ലാം ഒരു ചാര നിറത്തിലാണ് കാണുന്നത്. പ്ലീറ്റ്സ്വിറ്റ്സെയെ അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ അനുഭവിക്കാൻ ഒരിക്കലും ഇവിടേക്ക് മഞ്ഞുകാലത്ത് വരരുത്. ഏതാണ്ട് 300 സ്ക്വയർ കിലോമീറ്ററിൽ പടർന്നു കിടക്കുന്ന ഈ ദേശീയോദ്യാനം 1949 യുഗോസ്ലോവിയൻ കാലഘട്ടത്തിലാണ് സ്ഥാപിതമാവുന്നത്. ക്രൊയേഷ്യയിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യം സ്ഥാപിതമായതും ആയ നാഷണൽ പാർക്കാണ് ഇത്. ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിടവിലാണ് ഈ തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടായി വന്നിരിക്കുന്നത്. മുകളിൽ ഭൂനിരപ്പിലുള്ള ഒരു നടപ്പാതയിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കണ്ട് നടക്കുക. മഞ്ഞുകാലമായതിനാൽ അടച്ചിട്ടിരിക്കുന്ന ചില വഴികൾ കൂടിയുണ്ട്. മറ്റു കാലങ്ങളിൽ അതുവഴിയൊക്കെ നടക്കാം. തടാകത്തിന് കുറുകെ വെള്ളച്ചാട്ടങ്ങൾക്ക് അരികിലൂടെയൊക്കെയാണ് ഈ വഴികൾ. അത് വളരെ രസകരമായിരുന്നേനെ എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം മഞ്ഞുമൂടിക്കിടക്കുന്ന ഭൂമിയാണ് കാണുന്നത്. മരങ്ങളുടെയെല്ലാം ഇല കൊഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നടത്തിയ ഈ യാത്രയിൽ ഈ ദേശങ്ങളിൽ മറ്റൊരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ലല്ലോ. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. സൂര്യവെട്ടം പതിക്കുന്ന ഭാഗങ്ങളിൽ മഞ്ഞ് തിളങ്ങുന്നുണ്ട്. ഈ കാലാവസ്ഥ ആയതിനാലാവും
ഇങ്ങോട്ട് വരുന്ന വഴിയിലെങ്ങും ഒരാളെപ്പോലും കണ്ടിരുന്നില്ല. അത് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവവുമാണ്. കഠിനമായ ശൈത്യകാലമാണ് എന്നത് മാത്രമാവില്ല അതിന് കാരണം. കുറഞ്ഞ ജനസംഖ്യ കൂടിയാണ്. 56,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ക്രൊയേഷ്യയിൽ ജനസംഖ്യ 40 ലക്ഷം എത്തിയിട്ടില്ല. 39,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൻ്റെ ജനസംഖ്യ 3.5 കോടിയാണ്. റോഡരികിലൊന്നും ആളുകളെ കാണാനാവാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഞങ്ങൾ നടന്ന് ഒരു തടാകതീരത്തുള്ള സമതല ഭൂമിയിൽ എത്തപ്പെട്ടു. ഞങ്ങൾ ഇതിനിടയ്ക്ക് നല്ലൊരു ദൂരം നടന്നിട്ടുണ്ട്. ഈ ഭാഗം ഒരു ഇടത്താവളം പോലെയാണ്. ഇരിക്കാനും കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. കളിക്കാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മൈതാനത്തെയാണ്. മഞ്ഞ് കണ്ടിട്ടില്ലാത്ത നമുക്ക് മഞ്ഞിൽ കളിക്കുക എന്നത് രസകരമായ ഒരു കൗതുകമാണല്ലോ ഏത് പ്രായത്തിലും. എങ്കിലും ഈ യാത്രയിൽ ഞങ്ങൾ മഞ്ഞ് കണ്ട് മടുത്തു എന്ന് പറയണം. നാഷണൽ പാർക്കിലൂടെ സഞ്ചാരികൾക്കുള്ളത് ഒരു നിശ്ചിത ട്രെയിലാണ്. ഇവിടെ നിന്നും ഇനി കുറച്ചു ദൂരം സഞ്ചരിക്കേണ്ടത് ഒരു ബോട്ടിലൂടെയാണ്. അത് മടക്കയാത്രയുടെ തുടക്കമാണ് എന്ന് പറയാം. ഇലക്ട്രിക് ബോട്ടാണ് തടാകത്തിലൂടെ സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. നാഷണൽ പാർക്കിനുള്ളിലെ തടാക സമുച്ചയങ്ങളുടെ മധ്യത്തിലുള്ള കൊജാക് തടാകത്തിലൂടെയാണ് ഈ ബോട്ട് സവാരി. തടാകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ആഴമുള്ളതും കൊജാക്കിനാണ്. മറ്റൊരു തീരത്ത് ബോട്ടിറങ്ങി അവിടെ നിന്നും അല്പം നടന്ന് ഒരു ഷട്ടിൽ ബസ്സിൽ കയറി വീണ്ടും അല്പം നടന്നാൽ നമ്മൾ വീണ്ടും പ്രവേശന ഭാഗത്തെത്തും. അതോടുകൂടി പ്ലീറ്റ്സ്വിറ്റ്സെ ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. ദേശീയോദ്യാനത്തിലെ സഞ്ചാരികൾക്കുള്ള പല നടപ്പാതകളും മഞ്ഞുവീഴ്ച കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നതിനാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ അവിടുത്തെ സന്ദർശനം അവസാനിച്ചു. അതിനാൽ ഞങ്ങൾ കാർലോ വാട്ട്സ് എന്നു പേരുള്ള ഒരു പട്ടണം സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. പ്ലീറ്റ്സ്വിറ്റ്സെയിൽ നിന്നും ഒരു 80 കിലോമീറ്റർ അകലെയാണ് കാർലോ വാട്ട്സ് പട്ടണം. അവിടെയുള്ള ചെറിയ ഒരു കോട്ടസൗധം കാണുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഡുബോവാട്ട്സ് എന്നാണ് ആ കോട്ടയുടെ പേര്. കാർലോ വാട്ട്സ് പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ കോട്ടസൗധം ഉള്ളത്. താരതമ്യേന ചെറിയ ഒരു കോട്ടയാണെങ്കിലും വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഡുബോവാട്ട്സ് എന്ന് കാണാം. കോട്ടയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ യൂറോപ്പിലെ ചെറിയ പട്ടണങ്ങളിൽ പോലുമുള്ള ആയിരക്കണക്കിന് കോട്ടകളെയും കോട്ടസൗധങ്ങളെയും കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇന്ന് അവയൊക്കെ മ്യൂസിയമായും സഞ്ചാരികളുടെ കൗതുകമായും മാറിയിട്ടുണ്ടെങ്കിലും മധ്യകാല യൂറോപ്പിലെ പ്രക്ഷുബ്ധവും യുദ്ധം കൊണ്ട് നിറഞ്ഞതുമായ ഭൂതകാലത്തിൻ്റെ നീക്കിയിരിപ്പുകളാണ്. ശത്രു സൈന്യത്തെ തടയാനുള്ള സംരക്ഷണ കവചമായും പ്രഭുക്കന്മാരും രാജാക്കന്മാർക്കും സുരക്ഷിതമായി താമസിക്കാനുള്ള ഇടവും ആയാണ് കോട്ടകളും കോട്ടസൗധങ്ങളും ഉയർന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു കോട്ടസൗധത്തിൻ്റെ പ്രാഗ്രൂപം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഓട്ടോമൻ പടയോട്ടകാലത്ത് അവരുടെ മുന്നേറ്റത്തെ ചെറുക്കാനായി ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം വിപുലപ്പെടുത്തിയതാണ് ഈ കോട്ടസൗധം. ഇത് പിന്നീട് പല പ്രഭുകുടുംബങ്ങളുടെയും കയ്യിലൂടെ കടന്നുപോയി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫ്രാങ്കോപ്പൻ കുടുംബമാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു പുസ്തകമാണ്. സാന്ദർഭികമായി ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സിൽക്ക് റോഡ്സ് എന്ന ഒരു പുസ്തകമാണ്. പീറ്റർ ഫ്രാങ്കോപ്പൻ എന്ന ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ഭാഗത്തു നിന്നുള്ള ഫ്രാങ്കോപ്പൻ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണത്രേ. തൻ്റെ പൂർവികർ ഒരിക്കൽ താമസിച്ചിരുന്ന ഡുബോവാട്ട്സ് കോട്ടസൗധത്തിൽ പീറ്റർ ഫ്രാങ്കോപ്പൻ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വിദൂര വായനക്കാരനായ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. കോട്ടസൗധത്തിൽ നിന്നും ഇറങ്ങി കാർലോ വാട്ട്സ് പട്ടണത്തിലൂടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഏതാണ്ട് 50,000-ഓളം ജനങ്ങൾ വസിക്കുന്ന ഒരു പട്ടണമാണ് കാർലോ വാട്ട്സ്. ഓസ്ട്രിയക്കാരാണ് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായി ഈ പട്ടണം നിർമ്മിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ പട്ടണം ഉണ്ടായി വരുന്നതിനും 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കുന്നിൻ മുകളിൽ ഡുബോവാട്ട്സ് കോട്ടസൗധം ഉണ്ടായിരുന്നു എന്നാണ്.
വിജനമായി കിടക്കുന്ന ഭൂമിയിലേക്ക് ഓട്ടോമാൻ കയ്യേറ്റം ഉണ്ടാവാതിരിക്കാനാണ് ഓസ്ട്രിയൻ സാമ്രാജ്യം ഇവിടെ ഒരു ജനപദം വികസിപ്പിച്ചെടുത്തത്. കാർലോവാട്സ് പട്ടണത്തെ മുറിച്ചു കടന്ന് 10-60 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഹോട്ടലിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. കുളിച്ച് ഫ്രഷായി അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. വിദൂരമായ ഏതോ ഭൂമിയിൽ ഞങ്ങളുടെ മറ്റൊരു ദിവസം കൂടി അവസാനിക്കുന്നു.